തഴക്കല്ല കിഴൂർ IPC ദേവസഭയുടെയും കുണ്ട്ര UPFന്റെയും നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സുവിശേഷ സന്ദേശ റാലിയത്രേ ഈ ദേശത്ത് വന്നിരിക്കുന്നത്. തകർന്നവരെ രക്ഷിക്കൂ, താറുമാറായ ഉദ്ധരിക്കൂ, ഇങ്ങനെ രാഷ്ട്രത്തെ സംരക്ഷിക്കൂ. മദ്യം ഭാവി ദുരന്തം, മയക്കുമരുന്ന് ആരോഗ്യമില്ലാത്ത തലമുറ, സാമൂഹ്യ വിപത്ത്. രാഷ്ട്രത്തിന് നന്മ നശിപ്പിക്കുന്നവൻ സ്വന്തം നന്മ നശിപ്പിക്കുന്നു. മനുഷ്യൻ മൃഗമായി മാറുമ്പോൾ അവന്റെ മനുഷ്യ സ്വഭാവം നഷ്ടപ്പെടുന്നു. അതിന്റെ ഫലമാണ് അനുഗ്രഹം കേൾക്കുന്ന ഞെട്ടിപ്പിക്കുന്ന രക്തവാർത്തകൾ. നാം വസിക്കുന്ന സുന്ദര കേരളം, അനുഗ്രഹിക്കപ്പെട്ട കേരളം, സാക്ഷരതകളും സാംസ്കാരികമായും ലോകത്തിന്റെ തിലകക്കുറിയെന്ന് അഭിമാനിക്കാൻ കഴിയുന്ന ഈ സുന്ദര കേരളത്തിലെ ജീവിത അനുഭവങ്ങളിൽ ഇന്ന് പകൽക്കാലം രക്ഷിക്കേണ്ട അനുഭവത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അനുദിനം രാവിലെ കാലം മുറ്റത്ത് വന്നു വീഴുന്ന പത്രദ്വാരങ്ങളും സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് സന്തോഷത്തിന്റെ വാർത്തകളല്ല. ഇവിടെ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും വിഷലിപ്തമായ സന്ദേശം മാത്രമേ നമുക്ക് കേൾക്കുവാനും കാണുവാനും കഴിയുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഇതിന്റെയൊക്കെ കാരണം എന്താണ്? മറുവില്ലാത്ത ചോദ്യത്തിൽ മനുഷ്യൻ പകച്ചു നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ ഘടികാരം ദൈവഹിതത്തിന്റെ പ്രവർത്തനത്തിന് വേഗം നീങ്ങുകയാണ്. നൊന്ത് പ്രസവിച്ച ഉദരങ്ങളെ വിരത കൊണ്ട് പോലെ വെട്ടിക്കീറുന്നു. മുത്തം നൽകി മാറണിക്കണ പിഞ്ചോണമേൽ പ്രേതഭ്രാന്തന്മാർ ചാടി വീഴുന്നു. തങ്ങളെ വളർത്തിയുടെ പിച്ച് ചെയ്യുന്നത് വിരോധമായി കാണുന്നു. നാട് നന്നാക്കുവാൻ പങ്കുവേൽപ്പിച്ച സ്നേഹേന്ദ്രങ്ങൾ അനേക കൂത്തരങ്ങളായി തീരുമ്പോൾ എവിടെയാണ് സമാധാനത്തിന് വഴിയുള്ളത്? എവിടെയാണ് സന്തോഷം ലഭിക്കുന്നത്? മനുഷ്യനാകെ പ്രാണഭയത്തിലും ജീവിത നൈരാശ്യത്തിലും അകപ്പെട്ടുകൊണ്ട് എത്ര സുന്ദരമായ ഭവനമുണ്ടെങ്കിലും, ധാരാളം ധനങ്ങൾ കൈവശമുണ്ടെങ്കിലും, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും എല്ലാം കൊണ്ട് പുറമെ നോക്കിയാൽ അനുഗ്രഹം എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള നിലവാരത്തിലേക്ക് മനുഷ്യൻ ഉയർത്തപ്പെട്ടുവെങ്കിലും സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമാടുമ്പോൾ എവിടെയും താഴ്ന്നു വരുമ്പോൾ മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. സുന്ദരിയായ ഭാര്യ, അനുഗ്രഹിക്കപ്പെട്ടതായ ഭർത്താവ്, നല്ല മക്കൾ എല്ലാം സുരക്ഷിതം ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു ദിവസം കേൾക്കുവാൻ കഴിയുന്നത് അത് ആ കുടുംബം ഒന്നും ആത്മഹത്യ ചെയ്യുന്നു. പിന്നിലെ കാര്യം എന്താണ്? ഇന്ന് നാം കാണുന്ന കേൾക്കുന്ന വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ പിന്നിൽ എന്താണ് കാരണം? വിശുദ്ധ തിരുവെഴുത്ത് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു, സകല മനുഷ്യരും പാപികളാണെന്ന്. ഇന്ന് നാം അന്വേഷിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ പ്രധാനപ്പെട്ട മതങ്ങളുണ്ട്. ഹൈന്ദവ മതം വ്യക്തമായി വിളിച്ചു പറയുന്നു, പാപസംഭവ പകർമോഹം പാപാപാപ സംഭവ ത്രാഹിനാം പുണ്യരക്ഷ സർവജയശ്രേ ഹരേ. അതേ മനുഷ്യൻ പറയുന്നു, ആചാര്യന്മാർ പറയുന്നു മനുഷ്യൻ ഭാവിയാണ്, മതം പറയുന്ന മനുഷ്യൻ ഭാവിയാണ്. മതങ്ങളിൽ സമ്മതിക്കുന്നു. ബഹുമാനപ്പെട്ട ഇസ്ലാം മതം പറയുന്നുണ്ട്, ഈ മനുഷ്യനെ കുത്തേൽക്കാത്ത യേശുവിനെ മറ്റാരും ഭൂമിയില്ല. സകല മനുഷ്യരും ഇബിലിസിന്റെ കുത്തേറ്റവരുടെ ഭാവികളാണ്. അത് സമ്മതിക്കുന്നു. എന്നാൽ സകല മാനവകുലത്തിനും രക്ഷിക്കുന്ന വിധാനമായിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നോക്കൂ, എവിടെ നോക്കിയാലും എല്ലാ മതങ്ങളും അസത്യമായി പ്രഖ്യാപിക്കുന്നു, മനുഷ്യൻ പാപത്തിൽ വസിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപപ്രവൃത്തി ചെയ്യുന്നു. അതിന്റെ ഫലമാണ് ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പരിഹാരം എവിടെ? ആരെക്കൊണ്ട് പരിഹാരം നടത്തുവാൻ കഴിയും? 1914 രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. കെടുതികൾ ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ തലവന്മാർ ഒന്നിച്ചൂടി പറഞ്ഞു, ഇനി ഇങ്ങനെ യുദ്ധമുണ്ടാകുവാൻ പാടില്ല. എവിടെ രാജ്യം തമ്മിൽ യുദ്ധമുണ്ടായാൽ നാം കടന്നു ചെന്ന് സമാധാനിപ്പിച്ച് സമാധാന കാര്യം ചെയ്ത് അതേ പുസ്തകത്തിൽ ഒപ്പുവെക്കുവാൻ. അങ്ങനെ UNO സംഘാതമായി, എന്നാൽ UNO സംഘാതമായി ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി. ഓടിച്ചെന്ന് കാര്യം ക്രമീകരിച്ചു, അവരെ സമാധാനിപ്പിച്ചു, അവരെ ആ മുഖ് ഇറങ്ങിയായി ഒപ്പിട്ടു. ഒപ്പിട്ട് മഷി ഉണങ്ങും മുമ്പ് അടുത്ത യുദ്ധം പറ്റിപ്പുറപ്പെടുകയാണ്. എവിടെയാണ് സമാധാനമുള്ളത്? എവിടെയാണ് സന്തോഷമുള്ളത്? മനുഷ്യൻ ആഗ്രഹിക്കുന്ന സന്തോഷമായി സമാധാനമായി ജീവിക്കണമെന്നുള്ളത്. എന്നാൽ ലഭിക്കുന്ന സ്ഥലം ഭൂമിയിൽ എങ്ങും കാണുവാൻ കഴിയുന്നില്ല. ഒരു മത നേതാക്കന്മാർക്കോ രാഷ്ട്രീയ ആചാര്യന്മാർക്കോ ലോകത്തിലെ ഒരു ഉന്നതന്മാർക്കോ പരിഷ്കർത്താക്കൾക്കോ
നീതിമാന്മാർക്ക് സമാധാനം വിളമ്പോൾ കഴിയത്തില്ല. ഇത് കൊടുക്കുവാൻ കഴിയുന്ന ഏത് രക്ഷിതാവ്, ലോകരക്ഷിതാവ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിനെ കൊണ്ടല്ലാതെ ഈ ലോകത്തിന് സമാധാനം എത്തുവാൻ കഴിയില്ല. യേശു പറഞ്ഞു, ഞാനൊരു സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ഈ ലോകം തരുന്ന പോലെ സമാധാനമില്ല. ഈ ലോകത്തെ സമാധാനം നൈമിഷികമാണ്. ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ സമാധാനം പ്രാപിക്കാൻ വേണ്ടി പുരുഷന്മാർ ചെയ്യുന്നത് അടുത്ത് കാണുന്ന ബിവറേജിൽ കടന്നു ചെന്ന് രാവിലെ വൈകിട്ട് അധ്വാനിച്ച നാണയത്തൊട്ടെടുത്തുകൊണ്ട് അവിടെ ചെന്ന് ലജ്ജ കൂടാതെ ബിവറേജിൽ കുനിന്ന് മദ്യം വാങ്ങി കുടിച്ച മുതൽമത്തനായി തനിക്ക് സമ്മാനം ലഭിച്ചുവെന്ന് ഭവനത്തിലേക്ക് വരുമ്പോൾ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ, ഭാര്യ, മാതാപിതാക്കൾ ഒക്കെ തകർക്കപ്പെട്ട് സമാധാനപ്പെടുവന്നിരുന്നു. കേവലം 3 മണിക്കൂർ നേരത്തേക്ക് പ്രാപിക്കുന്ന ഈ സമാധാനം ആ കുടുംബത്തെ നിത്യമായ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ സമാധാനം കൊടുക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സ്വർഗമഹിമകളെ വിട്ട് താഴെ ലോകത്തിലേക്ക് മനുഷ്യനായി ജനിച്ച് ബെത്ലഹേമിൽ പിറന്ന് നാടകം നന്മ ചെയ്ത് കുട്ടികളെ സൗഖ്യമാക്കി ഭാവികൾക്ക് മാതൃ കൊടുത്ത് മനുഷ്യരെ ഉയർപ്പിച്ച് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി മാത്രമല്ല പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വ്യക്തമായി വെളിപ്പെട്ടിരിക്കെ പാപത്തിന്റെ ശമ്പളം യേശു ക്രിസ്തു സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിക്കുളക്കളത്തിൽ താൻ ഭരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാണ് ഞങ്ങൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ. പ്രായം കുറഞ്ഞവർ സഹോദരന്മാർ പല പ്രായത്തിനനുബന്ധം നിൽക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സമാധാനമില്ലാത്ത അനുഭവത്തിൽ മദ്യത്തിനും മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം തുലാശം പോയ കാലഘട്ടത്തിൽ ഇതുപോലെ ലജ്ജ കൂടാതെ പാപം പ്രാപിച്ചവർ കവലയത്തോട് യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നും വിളിച്ചു വരുന്നപ്പോൾ ഞങ്ങൾ കർമ്മപുറങ്ങളിൽ സ്വന്തം നിങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളും കേട്ടു. ഞങ്ങൾ തിരസ്കരിച്ചില്ല. അങ്ങനെ എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ദൈവത്തെ കണ്ടെത്തണം അന്വേഷിച്ചു. അങ്ങനെ അന്വേഷണത്തിന്റെ അത്യമാണ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയത്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു മാർഗമായിരുന്നില്ല. ചിലരിപ്പോൾ പുച്ഛിക്കുന്നവരെ ഞങ്ങൾ പുച്ഛിച്ച് തള്ളിക്കളയാണ്. വൈറ്റ് ഫലത്തിന് വേണ്ടി നടക്കുന്നവരാണ്. വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ വസ്തുതയെ തള്ളിക്കളയുന്ന കാലഘട്ടം പിന്നാമ്പുറം ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് പുറകോട്ട് ചകതി എന്നാൽ കാണുവാൻ കഴിയ വസ്തുതയുണ്ട്. പാപമെന്ന 2 അക്ഷരമാണ് നിങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. എന്താണ് പാപം? എന്താണ് പാപം? പാപമെന്നത് രക്ഷിതാവായ ലോകരക്ഷിതാവായ മനുഷ്യ രക്ഷിതാവായ പാപത്തിന് പരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാത്തതാണ് പാപമെന്നുള്ളത്. യേശു എവിടെയുണ്ടോ, ഏത് ഭവനത്തിലുണ്ടോ, ഏത് വ്യക്തിയിലുണ്ടോ ആ വ്യക്തിക്ക് നിത്യ സമാധാനമുണ്ട്. നരകത്തിൽ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. പാപത്തിന്റെ ശാപം മാറിപ്പോകുന്നു. പാപത്തിന് ശാപമാകുന്ന മാരരോഗങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ ഒക്കെ മാറുമെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി അംഗീകരിച്ച് പാപം ക്ഷമിപ്പാൻ കഴിവുള്ള യേശു ക്രിസ്തുവിനോട് ഈ പാപത്തെ ഏറ്റുപറഞ്ഞാൽ യേശു നിന്റെ പാപത്തെ ക്ഷമിച്ചു. പാപത്തെ ശാപമാകുന്ന രോഗം, മാരാവ്യാധികൾ, പ്രശ്നസങ്കര അനുഭവങ്ങൾ മാറ്റി നിത്യ സമാധാനവും നിത്യരക്ഷയും നൽകി തരുവാൻ യേശു ക്രിസ്തു മതിയായവരാണ്. യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ ഈ ലോകത്തിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ. ആകയാൽ കേൾക്കുന്ന പ്രശ്നങ്ങളെ ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് കുലത്തിൽ ജീവിക്കുന്നവനായാലും ഉന്നതനാണെങ്കിലും താണവനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാപനാണെങ്കിലും ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഏത് തൊഴിലേർപ്പെട്ടവനാണെങ്കിലും നിനക്കുള്ള രക്ഷിതാവ് യേശു ക്രിസ്തു മാത്രമാണെന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ വ്യക്തമായി പ്രസ്താവിക്കട്ടെ. യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട്. ഒരിക്കൽ മരണവും
പിന്നെ ന്യായവിധിയും ദൈവമനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇവിടെ എങ്ങനെയും ജീവിക്കാം സ്വാതന്ത്ര്യം. പക്ഷേ ഒരിക്കൽ മരണം നിന്നെ വന്ന് കണ്ടുപിടിക്കുമ്പോൾ മരണത്തിനപ്പുറം ജീവനുണ്ട്, നിത്യജീവനുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ മരിക്കുന്നിച്ച് പാപത്തിൽ മരിക്കുന്നിച്ച് നിങ്ങൾക്ക് ന്യായവിധി ഉണ്ടെന്നാൽ ന്യായവിധികൾ മാറ്റപ്പെടുവാൻ ഒരു മാർഗം കർത്താവ് വെച്ചിട്ടുണ്ട്. യേശു മാത്രം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കത്തില്ല. മാന്യമിത്രങ്ങളെ, നിങ്ങളുടെ ജീവൻ ആത്മാവിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിച്ചിട്ടുണ്ട്, മനുഷ്യ സർവ്വലോകവും നേടിയാലും ആത്മാവ് നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? അല്ലല്ലോ, ആത്മാവ് വീണ്ടുകൊള്ളുവാൻ എന്ത് മറുവില കൊടുക്കും? ഈ മുഴുലോകത്തേക്കാൾ വിലയുള്ള ഇതിൽ നിശ്ചിപ്തമാക്കി ദൈവം തന്ന ജീവനെ പാപം ചെയ്ത് സത്യത അറിയാൻ കഴിയാതെ മതത്തിന്റെ വഴിൽ കെട്ടുള്ളിൽ കടന്നുകൊണ്ട് ൂറുപൂട്ടുന്ന മനുഷ്യ പ്രത്യേകരെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിവുള്ള ഏക സത്യ ദൈവം യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന് മാത്രമേ പ്രശ്നങ്ങളെ വരുത്തുവാൻ കഴിയത്തുള്ളൂ. എങ്ങനെ പാപം പോകാൻ കഴിയും? യേശു പറഞ്ഞു, വിശുദ്ധ തിരുവഴുത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കും ദൈവമക്കളെ തീരുവാൻ അധികാരം കൊടുത്തു. ഈ സ്വാതന്ത്ര്യം നിങ്ങളെ മക്കളെ കേൾപ്പിച്ചു നൽകുകയാണ്. എന്തും തിരഞ്ഞെടുക്കാം. ജീവനോ മരണമോ, നരകമോ സ്വർഗമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ ദൈവം സ്വാതന്ത്ര്യം നൽകി തന്നിട്ടുണ്ട്. ഈ കാലം ഇങ്ങനെ മുമ്പോട്ട് പോകത്തില്ല. ഈ കാലം ഇങ്ങനെ അധികം മുമ്പോട്ട് പോകത്തില്ല. അന്ത്യം കുറിക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. ഒരു മഹാസംഭവമാണ് നടക്കുവാൻ പോകുന്നത്. ഒരിക്കൽ ഒരു ദൂതൻ മാരിയടുക്കൽ കടന്നു പറഞ്ഞു, കൃപ ലഭിച്ചവരെ നിനക്ക് വന്ദനം. ദൈവത്തിൽ പ്രസാദിച്ചിരിക്കുന്നവരെയാൽ നിന്നിൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജയായിരിക്കും. അവൻ ജനത്തിന്റെ പാപത്തെ പാപകമായി പരിധിക്കൊണ്ട് യേശുവിന്റെ പേര് വിളിച്ചാണ്. അതൊരു ദൂതൻ വന്ന് പറഞ്ഞ് സംഭവിച്ചുവെങ്കിൽ യേശു മരിച്ചു, അടക്കപ്പെട്ട് 3-ാമത്തിൽ ഉയർത്തെഴുന്നേറ്റനന്തരം 40 നാളോളം ശിഷ്യന്മാർക്ക് പലവട്ടം പ്രത്യക്ഷനായി. ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ കടലിൽ നിന്ന് അവരുടെ മുന്നിൽ രൂപാന്തരപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യേശു മേഘങ്ങളിലേക്ക് കയറിപ്പോയി. അവർ പകച്ചു നിൽക്കുമ്പോൾ, ചന്ദ്രത്തിൽ നിൽക്കുമ്പോൾ 2 ദൂതന്മാർ എന്ന് പറയുന്നു, വലിയ പുരുഷന്മാരെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വർഗ്ഗാരോഹണ യേശു പോയി വരങ്ങൾ ചേർക്കുവാൻ മടങ്ങി വരും. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുന്ന ലക്ഷണങ്ങളാണ് ഇന്ന് കാണുന്ന ഈ ലോക സംഭവങ്ങൾ. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ കേൾക്കുന്നു. വിശുദ്ധ നിലവിൽ അന്ത്യകാലത്തിന്റെ മനുഷ്യ സ്വഭാവങ്ങളെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിരുന്ന ഊഹാമോഹമല്ല, സംശയ നിവാരണം വരുത്തിക്കൊണ്ട് വ്യക്തമായി വിളിച്ചത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യൻ ശ്രേഷ്ഠീയര്, ബമ്പ് പറയുന്നവർ, ദൂഷണന്മാർ, അമ്മയപ്പനുസരിക്കാത്തവർ, ഭോഗപ്രിയര്, ഊഗ്രന്മാർ, സൽഗുണദോഷികൾ, ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ തെറ്റിച്ചവരായിരിക്കും. ഇതല്ല ഇന്ന് കാണുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് കാണുന്നില്ലേ, ഒരു ദാക്ഷിണ്യമില്ലാതെ യൗവനക്കാരെ അത് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന കാരണം എന്താണ്? ദൈവസ്നേഹം നഷ്ടപ്പെട്ടു, സ്നേഹം നഷ്ടപ്പെട്ടു. സ്വാർത്ഥത കൊണ്ട് മനുഷ്യന്റെ ഹൃദയം വിളനിലമായി ഇരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള കരുത്തുറ്റ ഏക ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ കിട്ടുന്നത് നിത്യജീവനും നിത്യസമാധാനമാകുന്നു. ആ സമാധാനം ലഭിച്ചെന്നാൽ വ്യക്തിഗത ദേശത്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, മരണം എപ്പോൾ വേണമെന്ന് സംഭവിക്കാം. മരണമെന്ന യാഥാർത്ഥ്യം എപ്പോഴും വെച്ച് ആർക്കും സംഭവിക്കാം. യാത്ര ചെയ്യുമ്പോഴോ, വിശ്രമിക്കുമ്പോഴോ, മറ്റേ കഴിച്ചിരിക്കുമ്പോഴോ, രാത്രി സുഖം ചിന്തിച്ച് കിടക്കുമ്പോഴോ, ഏതൊരു നിമിഷത്തിൽ മരണ യാഥാർത്ഥ്യം ഒന്ന് പിടിക്കാൻ
ഇന്ന് നീ മരിച്ചാൽ ആത്മാവ് മോക്ഷത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകും ഉറപ്പുണ്ട്. ഈ ഉറപ്പില്ലെങ്കിൽ ഉറപ്പ് തരുന്ന ഏക രക്ഷിതാവ് സ്നേഹിതരെ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. തലമുറ സ്നേഹിക്കുന്നു. തകർന്നു പോയ ജീവിത പ്രതിസന്ധിയിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം പഠിച്ചിരിക്കുന്നത് ആത്മഹത്യ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കരുത്തുറ്റ ഏക രക്ഷിതാവ് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ആകയാൽ സാക്ഷ്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി 10 മിനിറ്റ് സാക്ഷ്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ദൈവസ്നേഹത്താൽ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവത്തിന്റെ വഴികൾ നിങ്ങൾ കേട്ടനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കർത്താവ് കൈനീട്ടി സ്വീകരിക്കുന്നു. നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് ഇവിടെ കേട്ട ഈ ദൈവവചന ശബ്ദങ്ങൾ തകർന്നുപോയ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ പണിയാൻ കഴിയുന്ന ഏകരക്ഷ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. ഇത് യാഥാർത്ഥ്യമാകുന്നുവെങ്കിൽ, യേശു യാഥാർത്ഥ്യമാകുന്നുവെങ്കിൽ യേശുവെ എന്റെ ഉള്ളത്തിലേക്ക് വന്നത് ഭാവിയായ എന്റെ ജീവിതത്തെ യേശുടെ തങ്ങളുടെ കഴിയിൽ സ്വീകരിച്ച് ദൈവത്തിലേക്ക് തീർക്കണമേ ഉള്ള പ്രാർത്ഥന കഴിയുമെങ്കിൽ അവസരമാണ് നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ